സേതുവിന്റെ പല്ലവിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുതേ. അങ്ങനെ നാളത്തെ കഥയില് ലക്ഷ്മി അമ്മയോട് പല്ലവി പറഞ്ഞു, അമ്മ അങ്ങോട്ടേക്കൊന്ന് ഇറങ്ങി വരാനൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ ലക്ഷ്മി അമ്മ പോവാനായിട്ട് കൂട്ടാക്കില്ല. തലവേദനയാന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മി അമ്മ ഒരേ ഇരിപ്പ് തന്നെ ഇരിക്കുകയാണ്. പല്ലവിക്ക് ഭയങ്കര വിഷമായി. ഇനിയിപ്പോ പൂർണ്ണാമ്മയോടൊക്കെ എന്ത് ചെന്നിട്ട് പറയും എന്നൊരു ചിന്തയായിരുന്നു മനസ്സ് നിറയെ ഉണ്ടായിരുന്നേ. എന്താണെങ്കിലും രണ്ടും കൽപ്പിച്ച് പല്ലവി അങ്ങോട്ട് ചെന്നു. ആ സമയത്ത് പൂർണിമയും ശ്രീഹരിയും അച്ഛൻ എല്ലാരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും സേതു ചോദിച്ചു, അല്ല അമ്മ എന്തെന്ന് ചോദിക്കാം. അമ്മയ്ക്ക് നല്ല തലവേദനയാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ പൂർണിമ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ തലവേദന ആയതുകൊണ്ടായിരിക്കും ലക്ഷ്മി വരാത്തെന്ന് പറയണ. ആ സമയം സേതു പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് എല്ലാവർക്കും കൂടെ ആഹാരമൊക്കെ തയ്യാറാക്കാം, അതിനുശേഷം അമ്മയെ വിളിക്കാന്ന് പറയണം. അപ്പൊ സദ്യക്ക് വേണ്ടുന്ന ഒരുക്കങ്ങളൊക്കെ നടത്താം, അതിനുശേഷം വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. അതെല്ലാവർക്കും സമ്മതമായിരുന്നു. അങ്ങനെ അതിന് വേണ്ടുന്ന ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാരും കൂടെ ചേർന്നാണ് നടത്തുന്നത്. അപ്പൊ ലക്ഷ്മി അമ്മയ്ക്ക് വയ്യാത്തോണ്ടാ എന്നൊരു ചിന്തയായിരുന്നു സേതുവിന്റെ ഒക്കെ മനസ്സിലുണ്ടായിരുന്നേ. പക്ഷെ അവരാരും ഒരിക്കലും വിചാരിച്ചില്ല ലക്ഷ്മി അമ്മയുടെ മനസ്സിൽ സേതുവിനോടുള്ള ദേഷ്യമാണ്. അത് ഇന്ദ്രൻ കാരണമാണ് ആ ദേഷ്യം ഉണ്ടായിരിക്കുന്നത്. വേണു അങ്ങനെയൊക്കെ ലക്ഷ്മി അമ്മയെ വിളിച്ചു പറയാനായിട്ട് കാരണം ഇന്ദ്രനാന്നുള്ള കാര്യം ലക്ഷ്മി അമ്മയ്ക്ക് അറിയില്ല. ലക്ഷ്മി അമ്മയ്ക്ക് സേതുവിനോട് ഭയങ്കര പകയായിപ്പോയി. ഇവനാണ് തന്റെ ജീവൻ നശിപ്പിച്ചിരിക്കുന്നത്. തന്റെ വേണുവേട്ടന്റെ മയൂരിയുടെ നല്ല കുടുംബമായിരുന്നു. ഞങ്ങൾ മൂന്നുപേരും കൂടെ ഉള്ള ആ കുടുംബം നശിപ്പിച്ചാണ് സേതു. അപ്പൊ അവനോടൊപ്പം ഈ വീട്ടിൽ കഴിയാന്ന് പറഞ്ഞാൽ അതൊട്ടും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. അതൊക്കെ ഓർത്ത് ലക്ഷ്മിയമ്മ ഇങ്ങനെ പുകഞ്ഞു കത്തിയിരിക്കുക മുറിയില്. എന്നാലേ ലക്ഷ്മിയമ്മ ചിന്തിക്കുന്നില്ല തന്റെ മകൻ അങ്ങനെ ഒരിക്കലും ചെയ്യില്ലാന്ന്. സേതു തന്നെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവന്നവനാ. അവനങ്ങനെ ചെയ്യില്ലാന്ന് വിചാരിക്കുന്നില്ല. പകരം വീണു പറഞ്ഞ കാര്യങ്ങളൊക്കെ വിശ്വസിച്ച് ലക്ഷ്മിയമ്മ സേതുവിനോട് ദേഷ്യം കാണിച്ചുകൊണ്ടിരിക്കണേ. അത് പക്ഷെ സേതുവിനെ പല്ലവിക്കൊന്നും അറിയത്തുണ്ടായിരുന്നില്ല ഇതിന്റെ പ്രധാന കാരണം എന്താന്നുള്ളതൊന്നും. അതേ സമയത്ത് പാറുവും വിശ്വവും രാജലക്ഷ്മിയും കൂടെ പാറുവിന്റെ വീട്ടിലേക്ക് പോവാ. അപ്പൊ ഒരു സർപ്രൈസ് ആയിട്ടൊരു പോക്കായിരുന്നു. പാറുവിന്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു വീട്ടിൽ പോകണം എന്നുള്ളത്. പക്ഷെ രാജലക്ഷ്മി വിടുവോ എന്നൊരു സംശയമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ രാജലക്ഷ്മിയുടെ മനസ്സ് മാറിയല്ലോ. പാറുവിന്റെ സന്തോഷമാണ് രാജലക്ഷ്മിയുടെ. അങ്ങനെ ശോഭയുടെ മൂന്ന മാഷിന്റെ അടുത്തേക്ക് എല്ലുവാണ്. എഴുത്തുപുര വീട്ടിലേക്ക് ചെന്ന് അങ്ങനെ അവര് വണ്ടിയിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോഴത്തേനും ശോഭയും മൂന്ന് മാഷും ഇറങ്ങി വന്നു. രാജലക്ഷ്മീനെ എല്ലാരും കൂടെ കണ്ടു കഴിഞ്ഞപ്പോ ഭയങ്കര ടെൻഷനായി. ദൈവമേ, ഇനി അവിടെ വലിയ പ്രശ്നമായിട്ടാണോ വന്നിരിക്കുന്നത് എന്നൊന്നും അറിയത്തില്ലോ. ആ ഒരു ടെൻഷനോട് കൂടിയിട്ടാണ് ശോഭയും മൂന്ന് മാഷും ഇറങ്ങി വരുന്നത്. പിന്നീട് പാറിനോട് ചോദിച്ചു, എന്താ മോളെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് പതുക്കെ ചോദിക്കുക. എന്ത് പ്രശ്നം? പ്രശ്നമൊന്നും ഇല്ലാന്ന് പറയണ. ആ സമയത്ത് രാജലക്ഷ്മിയുടെ മുഖത്തേക്ക് ശോഭ നോക്കി. എങ്ങാനും വല്ല വഴക്കുണ്ടാക്കാൻ ഉള്ള പുറപ്പാടാണോന്ന് അറിയില്ല. മുമ്പത്തെ രാജലക്ഷ്മി അങ്ങനെയായിരുന്നു. അവർ ആ ഒരു മൈൻഡോട് കൂടിയിട്ടാണ് രാജലക്ഷ്മിയെ നോക്കുന്നത്. ഈ സമയത്ത് പാറു പറഞ്ഞു, അമ്മ എന്ത് നോക്കിക്കോ, ഞങ്ങളെ അകത്തേക്ക് വിളിക്കണില്ലേ എന്ന് ചോദിക്കോ. വാ കയറി വാ അകത്തേക്ക് എന്നൊക്കെ പറയാണ്. അങ്ങനെ എല്ലാരും കൂടെ അകത്തേക്ക് കയറി. അപ്പോഴേക്കും മൂന്ന ഭാഷ പറഞ്ഞു, അല്ല മോള് വിളിച്ചപ്പോ ഇന്നും വരത്തില്ല എന്ന് പറഞ്ഞതോ? വരുന്നില്ല എന്ന് പറഞ്ഞോണ്ട് ഞങ്ങള് കരുതി വരില്ലായിരിക്കുന്നു. അത് കേട്ടെന്ന് രാജലക്ഷ്മി പറഞ്ഞു, വരത്തില്ല എന്നൊക്കെ അവള് പറഞ്ഞു. പക്ഷേ ഞാനാ പറഞ്ഞ നമുക്ക് വീട്ടിൽ പോയിട്ട് വരാന്ന് പറഞ്ഞേ. ഇത് കേട്ടപ്പോ ശോഭ പറഞ്ഞു, അല്ല അത് പിന്നെ രാജലക്ഷ്മി എന്തൊക്കെയോ ഫോണിൽ കൂടെ പറഞ്ഞു കഴിഞ്ഞപ്പോ എനിക്ക് ആ ടെൻഷനായിരുന്നു. ഇത് കേട്ടുകഴിഞ്ഞപ്പോ രാജലക്ഷ്മി പറഞ്ഞു, അത് ഞാൻ വെറുതെ പറഞ്ഞല്ലേ, അത് നിങ്ങളെ ഒന്ന് പറ്റിച്ചാ നിങ്ങൾക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി. എന്റെ മോളുടെ ആഗ്രഹം അതെനിക്ക് സാധിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇവിടെ ഒന്ന് അച്ഛനെയും അമ്മയും കാണാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ മനസ്സിന് സന്തോഷം കൊടുക്കുന്ന കാര്യമാണെങ്കിൽ നമ്മൾ പിന്നെ അതിനെ എതിർത്തിട്ട് കാര്യമില്ലോ. അതുകൊണ്ട് എങ്ങോട്ടേക്ക് പോന്നെന്ന് പറയണം. ആ സമയത്ത് മൂന്ന് ഭാഷ പറഞ്ഞു, ശോഭ നീ പോയി ചായ എടുക്കാന്നൊക്കെ പറയണം. അപ്പോഴേക്കും രാജേഷ് പറഞ്ഞു, ഇപ്പൊ ചായ ഒന്നും വേണ്ടാന്ന് പറയാം. അത് പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ ചായ എടുക്കാന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയി. ആ സമയം മൂന്നം മാഷ് ശോഭയുടെ പിന്നാലെ അങ്ങോട്ട് പോവാണ്. മൂന്നം മാഷിനെ കണ്ടൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒരു പക്ഷേങ്കില് രാജലക്ഷ്മിയുടെ പുതിയ വല്ല അടവുമാണോ എന്നൊരു ചിന്തയൊക്കെ മനസ്സിലുണ്ടാവുന്നുണ്ട്. ആ സമയം പാറു അടുക്കളയിലേക്ക് ചെന്നു. അടുക്കളയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ശോഭ ചോദിച്ചു, മോളെ എന്തൊക്കെയാ കാണുന്നേ, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുമോ? രാജലക്ഷ്മിയുടെ സ്വഭാവത്തിൽ നല്ല മാറ്റം വന്നിട്ടുണ്ടല്ലോ. അപ്പോഴേക്കും പാറു പറഞ്ഞു, അതേമേ സ്വഭാവത്തിലൊക്കെ നല്ല മാറ്റം വന്നിട്ടുണ്ടെന്ന് പറയണം. ആ സമയത്ത് രാജലക്ഷ്മി അങ്ങോട്ട് വന്നു. രാജലക്ഷ്മി ഇന്ന് വരെ അവിടെ ചെന്നിട്ട് അടുക്കളയിലേക്കൊന്നും പോയിട്ടൊന്നും ഉള്ള ആളല്ല. രാജലക്ഷ്മി പറഞ്ഞു, എന്താ ശോഭേ, അമ്മയും മോളും കൂടെ തമ്മിലൊരു കുശൂശിപ്പ് എന്നെ കുറിച്ച് വല്ലതുമാണോ? ഇത് കേട്ടതും പാറു പറഞ്ഞു, അമ്മയ്ക്ക് ഭയങ്കര സംശയം എന്റെ അമ്മായിമ്മയ്ക്ക് ഉണ്ടായ മാറ്റം എന്താന്ന്. ഓ അതാണോ? പാറു വന്നിട്ട് എന്റെ സ്വഭാവം മാറ്റിയെടുത്തേ. പാറു കാരണം ഇപ്പൊ ഞാൻ ഇങ്ങനെ ആയത്. അല്ലായിരുന്നെങ്കിലോ ഞാൻ ഇപ്പോഴാ പഴയ രാജലക്ഷ്മി തന്നെ ആയിരുന്നേനോ. അത് കേട്ടപ്പോ ശോഭ പറഞ്ഞു, അല്ല അത് പിന്നെ മനസ്സിലായില്ലല്ലേ.
അങ്ങനെ ചില സംഭവങ്ങളൊക്കെ അവിടെ നടന്നായിരുന്നു. എനിക്ക് മനസ്സിലായി, എനിക്കൊരു ആപത്ത് വന്നിട്ടുണ്ടെങ്കിൽ താങ്ങായിട്ടും തള്ളായിട്ടും നിൽക്കാനായിട്ട് എൻ്റെ പാറും വിഷവും മാത്രമേ ഉള്ളെന്ന്. ഒരു പ്രായം കഴിയുമ്പോൾ നമ്മൾ നന്നാവണ്ടേ? നമ്മൾ വയസ്സായി കിടക്കുന്ന സമയത്ത് നമ്മളെ നോക്കാനായിട്ട് ആരെങ്കിലുമൊക്കെ വേണ്ടേ? പിന്നീട് ശോഭയുടെ അടുത്ത് നിന്ന് ശോഭയുടെ കയ്യെ പിടിച്ചിട്ട് പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം കേട്ടോ, ഞാൻ ഇതിനു മുമ്പ് പല കാര്യങ്ങളും ചെയ്തു കൂട്ടിയിട്ടുണ്ട്. പിന്നെ പല്ലവിയുടെ ജീവിതം തകർക്കുന്നതിൽ ഞാനൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. എൻ്റെ സ്വാർത്ഥതയായിരുന്നു എൻ്റെ മോനോടുള്ള. കാരണം കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ്റെ ജീവിതം നന്നാവുമെന്ന് വിചാരിച്ചാൽ ഞാൻ പല്ലവിയെ ആലോചിച്ച് ഇങ്ങോട്ടേക്ക് വന്നതുപോലും. പക്ഷെ അതൊരു ഫെയിലിയർ ആയിപ്പോയി. എന്നിട്ടും ഞാൻ അവളുടെ ജീവിതം തകർക്കാനായിട്ട് അവനോടൊപ്പം കൂട്ടുവന്നു. അതൊന്നും പാടില്ലായിരുന്നു. എനിക്കിപ്പോൾ ആ കുറ്റബോധമൊക്കെ ഉണ്ടെന്ന് പറയണം. ശോഭ പറഞ്ഞേ, അതൊന്നും ഓർത്ത് ഇനിയിപ്പം രാജലക്ഷ്മി വിഷമിക്കേണ്ട കാര്യമില്ല. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞില്ലേ, എന്തിനാ ഇപ്പൊ അതിനെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടുന്നതെന്ന് ചോദിക്കുക. എന്നാലും എനിക്ക് ആ കടം വീട്ടണം എൻ്റെ പാറുവിലൂടെ. കാരണം ഇപ്പൊ പാറുവിനെ ഞാൻ മരുമകളായിട്ടല്ല മകളായിട്ടാ സ്നേഹിക്കണേന്ന് പറയണ. പാറിന് ഒരു വിഷമം ഉണ്ടായി, എനിക്ക് സങ്കടം വരും. പാറു വിളിച്ച് നിങ്ങളോട് വിഷമം പറയുന്നത് ഞാൻ കേട്ടായിരുന്നു. അപ്പൊ പിന്നെ എനിക്ക് സഹിക്കുവോ? അവളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാന്ന് കരുതിയാ ഞാൻ അവളെയും കൂട്ടി ഇങ്ങോട്ടേക്ക് വന്നേന്ന് പറയാം. ആ സമയം ശോഭ പറഞ്ഞു, ഇപ്പൊ എനിക്ക് സമാധാനമായി. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു പാറുവിന്റെ കാര്യത്തില്. പാറുവും വിശ്വം കൂടെ ഒന്നിക്കാൻ പോവാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ആ വീട്ടിലേക്ക് പാറു വന്നിട്ടുണ്ടെ എങ്ങനെയാവും? പാറുവിന്റെ ജീവിതം കൂടെ നശിച്ചല്ലോ എന്നോർത്ത്. പക്ഷെ ഇപ്പൊ എനിക്ക് സമാധാനമായി. എന്റെ 2 പെൺമക്കളുടെയും ജീവിതം സുരക്ഷിതമായല്ലോ എന്നോർത്തുണ്ട്. ഇത് കേട്ടപ്പം രാജേഷ് പറഞ്ഞു, ഇനി ഒന്നും ഓർത്ത് പേടിക്കണ്ട, പാറിനെ ഞാൻ പൊന്നു പോലെ നോക്കിയാളാം. അവൾക്കൊന്നിനും ഒരു കുറവ് വരത്തില്ല എന്നൊക്കെ പറയണം. പാറിന്റെ മുഖത്തെ സന്തോഷം അതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോ തന്നെ 3 ഭാഷയും ശോഭയ്ക്കും കാര്യം മനസ്സിലായി. അവള് ആ പഴയ പാറുമല്ല, അവൾക്ക് നല്ല മാറ്റം വന്നിട്ടുണ്ട്. പോരാത്തൻ രാജേഷ്മിയോടുള്ള സ്നേഹമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ തന്നെ അത് മനസ്സിലാവാണ്. എങ്ങനെയാണ് അവരിപ്പോ വീട്ടിൽ നിന്നുള്ള അമ്മായിമ്മയും മരുമോളായിട്ടല്ല, മോളും അമ്മയായിട്ടാണ് ജീവിക്കണേന്ന് മനസ്സിലായി. അതേസമയം സദ്യവട്ടങ്ങളൊക്കെ ഒരുക്കി എല്ലാം റെഡിയാക്കി വെച്ചു. എല്ലാം റെഡിയാക്കി വെച്ചിട്ട് ലക്ഷ്മിയമ്മ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു പോലുമില്ല. ആ സമയത്ത് വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടായിരുന്നു പൂർണിമയ്ക്കൊക്കെ. പൂർണിമ സേതുവിനോടും പല്ലുവിനോടും പറഞ്ഞു, അല്ല ഞങ്ങൾ വന്നിട്ട് ഇത്ര സമയമായില്ലേ, ഇതുവരെ ആയിട്ടും ലക്ഷ്മി ഇങ്ങോട്ടേക്കൊന്നും ഇറങ്ങി വന്നു പോലും ഇല്ലോ. അപ്പൊ ഞങ്ങളോട് എന്തോ ഒരു ദേഷ്യമുള്ള പോലെ തോന്നുന്നുണ്ട്. ഇനിയിപ്പം ഞങ്ങളെ വിളിച്ചതോ ഞങ്ങൾ വന്നതോ ഒക്കെ ഇഷ്ടപ്പെടാഞ്ഞിട്ടാണോന്ന് ചോദിച്ചു. അപ്പോഴേക്കും സേതു പറഞ്ഞു, അമ്മ എന്ത് വർത്താനേ പറയണേ, അങ്ങനെയൊന്നും പറയരുത്. അങ്ങനെയൊന്നും അമ്മയ്ക്കില്ല, അമ്മ അങ്ങനെയൊന്നും പെരുമാറുന്ന ആളല്ലെന്ന് പറയണ. അത് അച്ഛന് നേരത്തെ ബോധ്യപ്പെട്ടുള്ള. അച്ഛൻ പറഞ്ഞു, അതെ നല്ല സ്നേഹമുള്ള ഒരു അമ്മയാന്ന് പറഞ്ഞു. അല്ല ഇതുവരെ ആയിട്ടും എന്താ വരാത്തേന്ന് ചോദിക്കണം. സേതു പറഞ്ഞു, ഞാൻ ഇന്ന് പോയി നോക്കിയിട്ട് വരാന്ന് പറയണം. അങ്ങനെ സേതു ചെന്നു. സേതു കഴിഞ്ഞിട്ട് ലക്ഷ്മി അമ്മ അവിടെ ഇരിക്കണം. അമ്മയെന്ന് വിളിച്ചു കഴിഞ്ഞപ്പോൾ ലക്ഷ്മി അമ്മയെ നോക്കി, അമ്മ എന്താ അമ്മ ഇവിടെ ഇരിക്കുന്നേ? അമ്മ അങ്ങോട്ടേക്ക് വരുന്നില്ലേ? അമ്മയെ കാണാൻ വേണ്ടി അവരെല്ലാം അവിടെ കാത്തിരിക്കുവാന്ന് പറയണം. എന്നെ കാണാനോ? എന്നെ എന്തിനാ കാണുന്നേ? ഞാൻ എന്താ വല്ല കാഴ്ച വസ്തു ആണോന്ന് ചോദിച്ചു. ഇത് കേട്ടപ്പോ സേതു ചോദിച്ചു, അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയണേ എന്ന് ചോദിക്കണം. അത് പിന്നെ അമ്മയ്ക്ക് എന്താ പറ്റിയത്? അമ്മയ്ക്ക് എന്തോ പറ്റിയിട്ടുണ്ടല്ലോ. അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, പിറന്നാളും വേണ്ട ഒന്നും വേണ്ട, ഒന്നും ആഘോഷിക്കണ്ടെന്ന് പറയണ. അമ്മ ഇപ്പോഴിങ്ങനെയൊക്കെ പറഞ്ഞാൽ എങ്ങനെയും ശരിയാവുന്നേ? അവരെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് നമ്മളെ അപമാനിക്കുന്ന പോലെയല്ലേ? അമ്മ ഇങ്ങനൊന്നും പറയരുത് അമ്മയെന്ന് പറഞ്ഞു. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എനിക്ക് അങ്ങോട്ടേക്ക് വരാൻ താല്പര്യമില്ല. എനിക്ക് നല്ല തലവേദന എടുക്കുന്നുണ്ട്. എന്റെ തലയൊക്കെ പൊട്ടിപ്പിളരുന്ന പോലെ എനിക്ക് തോന്നുക. എനിക്ക് ഇവിടെ നിൽക്കാൻ പോലും തോന്നുന്നില്ലെന്ന് പറയണ. ഇത് കേട്ടപ്പോ സേതു പറഞ്ഞു, അമ്മ ടെൻഷൻ അടിക്കണ്ട. അമ്മ മേലെടുത്തുകാരുടെ കാര്യം ഓർത്തിട്ട് ടെൻഷൻ അടിക്കണം, എനിക്കറിയാം. ആരൊക്കില്ലല്ലോ അമ്മയ്ക്ക് ഞാനില്ലേ. സേതു ഓർത്തോണ്ടിരിക്കണേ. ലക്ഷ്മിയുടെ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞാല് വേണു അങ്ങനെ വന്ന് പറഞ്ഞിട്ട് പോയില്ലേ, പിന്നെ മയൂരി ഒന്നും ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ടായിരിക്കും ആ ഒരു പ്രശ്നമായിരിക്കും എന്ന് കരുതിയിട്ടാണ് സേതു അങ്ങനെ പറയുന്നത്. അത് കേട്ട് കഴിഞ്ഞപ്പത്തേനും ലക്ഷ്മി പറഞ്ഞു, അതെ എനിക്കിപ്പോ എല്ലാരെയും മനസ്സിലായി, നിന്നെ എനിക്ക് മനസ്സിലായെന്ന് പറയണ. എന്താമ്മ അങ്ങനെ പറഞ്ഞ്? കൂടുതലൊന്നും പറയണ്ട, എനിക്ക് അങ്ങോട്ടേക്ക് വരാൻ താല്പര്യമില്ല, നീ പോവാൻ നോക്കാൻ പറഞ്ഞു. സേതുവിന് എന്താ ഇങ്ങനെയൊന്നും മനസ്സിലായില്ല. ഒടുവിൽ സേതു അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പത്തേന് പല്ലവി അങ്ങോട്ട് വന്നു. അപ്പൊ പല്ലവി ചോദിച്ചു, എന്താ സേതു ഏട്ടാ അമ്മ വരുന്നില്ലെന്ന്? അമ്മയ്ക്ക് എന്തോ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട് പല്ലവി, അത് എന്താ ഏതാണെന്നും എനിക്ക് അറിയില്ല എന്ന് പറയണം. സേതുട്ടൻ ധൈര്യമായിട്ടിരിക്കുക, ഞാൻ അമ്മയെ വിളിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ലക്ഷ്മി അമ്മയെ പോയി വിളിക്കാൻ ചെല്ലുവാണ്. ലക്ഷ്മി അമ്മ പക്ഷെ അടുത്തില്ല. ലക്ഷ്മി അമ്മയ്ക്ക് നല്ല ദേഷ്യമായിരുന്നു. പല്ലവിയുടെ ഇറങ്ങിപ്പോകാനൊക്കെ പറഞ്ഞു. ഒടുവിൽ പല്ലവി ആ കാലിലേക്ക് അങ്ങോട്ട് വീണു. അമ്മ വരാതിരിക്കരുത്, അമ്മ വരാതിരുന്നിട്ടുണ്ടെങ്കിൽ പൂർണ്ണാമ്മയ്ക്കും അച്ഛനും അവർക്ക് എല്ലാവർക്കും ഭയങ്കര സങ്കടമോ, അതുകൊണ്ട് അമ്മയും കൂടെ വരാൻ പറയണം. ഒടുവിലെ ലക്ഷ്മി അമ്മ വരാന്ന് സംഭവിച്ചു. അപ്പോഴാണ് പല്ലവിക്ക് ഒരു സമാധാനം വന്നേ. പല്ലവി അങ്ങോട്ടേക്ക് പോയി. അങ്ങനെ സദ്യക്കുള്ള ഇലകളെല്ലാം എടുത്ത് വെച്ച് എല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ്. ആ സമയം ലക്ഷ്മി അമ്മ ഇങ്ങോട്ട് വന്നു. ലക്ഷ്മി അമ്മ അവിടെ വന്ന് ഇരിക്കുകയാണ്. ഈ സമയത്ത് സേതു പറഞ്ഞു, അമ്മയുടെ പിറന്നാളല്ലേ, അമ്മയ്ക്ക് ഞാൻ സദ്യ വിളമ്പി തരാന്നൊക്കെ പറയണം. ഇത് കേട്ടപ്പോ ലക്ഷ്മി അമ്മ പറഞ്ഞു, വേണ്ട എനിക്കിപ്പോ ആഹാരമൊന്നും വേണ്ടാന്ന് പറയണം. അത് കേട്ടപ്പോ പല്ലവി പറഞ്ഞു, അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞേ? ആഹാരമൊന്നും വേണ്ടാന്ന്
അമ്മയുടെ പിറന്നാളിന് വേണ്ടിയിട്ടല്ലേ ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്, അപ്പൊ എല്ലാരും കൂടെ സന്തോഷമായിട്ടിരുന്ന് കഴിക്കണ്ടെന്ന് ചോദിക്കുകയാണ്. അതും പറഞ്ഞുകൊണ്ട് സേതുവും പല്ലവിയും കൂടെ എല്ലാവർക്കും ആഹാരം വിളമ്പ് കൊടുത്തി. ലക്ഷ്മി അമ്മയ്ക്കും എല്ലായിലേക്കും ആഹാരമൊക്കെ വിളമ്പി വെക്കുക. പക്ഷെ ലക്ഷ്മി അമ്മയ്ക്ക് നല്ല ദേഷ്യം വരുന്നു. നിന്നോടൊക്കെ അല്ലേ പറഞ്ഞ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലെന്ന് ചോദിച്ചാൽ അതൊക്കെ അങ്ങോട്ട് തട്ടി എറിയുവാണ്. ഒരു നിമിഷം സേതുവും പല്ലവിയൊക്കെ ഞെട്ടിപ്പോയി. എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല അവർക്ക്. അവരൊട്ടും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ലത്. ഇങ്ങനെ ഒരു കാര്യം ലക്ഷ്മി അമ്മയുടെ മനസ്സിൽ എന്താ ഉള്ളതെന്നത് സേതുവിനും പല്ലവിക്കും അറിയത്തുണ്ടായിരുന്നില്ലോ. വല്ലാതെ ആയിപ്പോയി അവര്. കാരണം പൂർണ്ണിമ, അച്ചു, ശ്രീഹരിയൊക്കെ നോക്കി നിൽക്കുമ്പോഴുള്ള ഈ കാഴ്ചകളൊക്കെ കാണിക്കുന്നത്. പിന്നീട് സേതു കയറി ലക്ഷ്മിയമ്മയെ പിടിക്കണം എന്താണെന്ന് ചോദിച്ചോണ്ട് ആ സമയം ലക്ഷ്മിയമ്മ സേതുവിന്റെ കൈ തട്ടി മാറ്റി. വിട്, എന്നെ വിടാനല്ലേ നിന്നോടൊക്കെ പറഞ്ഞതെന്ന് ചോദിച്ചോണ്ട് കിടന്ന് ആക്രോശിക്കുകയാണ്. വല്ലാത്തൊരവസ്ഥയായിപ്പോയി സേതുവിനും പല്ലവിക്കും ഒക്കെ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.